എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളപ്പോൾ പേജ് നമ്പർ 35 സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: The expression for the sum to n terms of some arithmetic sequence are given below. Find the expression for the nth term of each. അതായത് ഇവിടെ ചില സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതിൽ ഓരോ ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുക. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഈ തന്നിരിക്കുന്നത് n² + 2n എന്ന് തന്നിട്ടുണ്ട്. ഇത് തന്നിരിക്കുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ n ടേംസിന്റെ തുകയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പം ആ അരിത്മെറ്റിക് സീക്വൻസിലെ n പദങ്ങളുടെ തുകയല്ലേ തന്നിരിക്കുന്നത്. അതിലെ n-ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുവാണ്. 2, 4, 6, 8, 10 എക്സെട്ര അങ്ങനെ പോട്ടെ. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ, ഇരട്ട സംഖ്യകളാണ്. ഞാൻ ഇവിടെ എഴുതുവാണ് സം ഈക്വൽ ടു 2. ഇത് സം അല്ലേ തന്നിരിക്കുന്നേ. ഇതുപോലുള്ള ഇതെന്നല്ല, ഇതുപോലുള്ള ഏതോ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ പദങ്ങളുടെ ടേമുകളുടെ സം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ഇങ്ങനെയുള്ള ഇരട്ട സംഖ്യകളുടെ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അല്ലെ, ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സം ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന് അർത്ഥമാക്കുന്നത് എന്താണ്? ആദ്യത്തെ ടേം മാത്രമേ വന്നുള്ളൂ അല്ലെ. അതായത് ഒരു ടേമിന്റെ സം ആണ് 2 അല്ലെ. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഒരു ടേമിന്റെ മാത്രം സം, ഒരു ടേമിന്റെ മാത്രം സം. ഓക്കെ, അതായത് ഒരു പദത്തിന്റെ മാത്രം തുക. ഓക്കെ, ഇനി സം ഈക്വൽ ടു 6 എന്ന് ഞാൻ എഴുതുക. അപ്പോൾ എന്ത് വന്നു? 2ഉം 4ഉം കൂടി ആഡ് ചെയ്ത് അല്ലെ, 2ഉം 4ഉം കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 6 കിട്ടി. അപ്പോൾ അത് മീനിങ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ 2 ടേമുകളുടെ സം അല്ലെ, ആദ്യത്തെ 2 ടേമുകളുടെ സം, അതായത് 2 പദങ്ങളുടെ തുക. ഓക്കെ, മലയാളം മീഡിയം. ഇനി സം ഈക്വൽ ടു 6 4 10 12 അല്ലെ. അപ്പോൾ ഈ സെയിം മെത്തേഡ്, അതായത് സം ഈക്വൽ ടു 12 എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 ടേമിന്റെ തുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു എക്സ്പ്രഷൻ അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഏതോ ഒരു അരിത്മെറ്റിക് സീക്വൻസ്, ഇത് തന്നെ ആകണമെന്നില്ല, ഞാനൊരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചതാണ് എന്താണ് ഈ തന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്നത്. അതായത് ഏതോ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കുറെ പദങ്ങളുടെ, കുറെ ടേംസിന്റെ തുകയുടെ എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മളിങ്ങനെ ഇവിടെ എന്തെങ്കിലും കാണും, ഇതുപോലെ n വെച്ചുള്ള, ചിലപ്പോൾ n² - 2n അങ്ങനെ എന്തെങ്കിലും കാണും. ഇത് തന്നെ ആകണമെന്നില്ല, ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇതിനെ കാണും. ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ, സമ്മിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അങ്ങനെ വരുന്ന, അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഇല്ലേ. അരിത്മെറ്റിക് സീക്വൻസിന്റെ ടേമുകളുടെ സമ്മിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യം ആ അരിത്മെറ്റിക് സീക്വൻസ് എന്താന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അത് കണ്ടുപിടിച്ചാലല്ലേ ആ എക്സ്പ്രഷൻ വെച്ച് എന്ത് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ മലയാളം മീഡിയം ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സമ്മ് വന്നിട്ട് അതിന്റെ n-ാം പദം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ സമ്മ് തുക തന്നിട്ട് അതിന്റെ n-ാം പദം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം സമാന്തര ശ്രേണി കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ n-ാം പദം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സമാന്തര ശ്രേണി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഞാൻ n-ന് 1 എന്ന് കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് പറയാം. n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1² + 2 × 1. n-ന്റെ സ്ഥാനത്തൊക്കെ 1 കൊടുത്തു അല്ലെ. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 + 2 × 1 2. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3.
അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഈ തുക എത്ര കിട്ടി? ഇത് സമ്മിന്റെ എക്സ്പ്രഷൻ അല്ലേ, ഈ എക്സ്പ്രഷനകത്തോടെ ഞാൻ എന്നിന് 1 കൊടുത്തത്. അപ്പോൾ എന്നിന് 1 കൊടുത്തപ്പോൾ സം ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ഒരു പദത്തിന്റെ തുക, ഒരു ടേമിന്റെ തുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 2 എന്ന് മാത്രം ഞാൻ സം എഴുതി. ഇവിടെ സം ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ എന്താണ്? ഒന്നാമത്തെ ടേമിന്റെ മാത്രം തുക. അപ്പൊ ഇവിടെ സം ഈസ് ഈക്വൽ ടു, ഇത് സ്റ്റാർട്ടിങ് അല്ലേ ഈ നമ്പർ, സം ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഒരു ടേമിന്റെ മാത്രം തുക. അപ്പോൾ ഇവിടെ എന്താണ്? n ഈസ് ഈക്വൽ ടു 1, ഏതോ ഒരു എക്സ്പ്രഷനകത്ത് n ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ സം 2 എന്ന് അർത്ഥമാക്കുവാണെങ്കിൽ എന്താണ്? ആ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുക ഇതാണ്. ഓക്കെ, ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്നത് 2 ആണ്. ഇനി n ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് സമാന്തര ശ്രേണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഫസ്റ്റ്? ഇതെത്രയാണ്? 3 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടേം. അപ്പൊ ഒരു ടേമിന്റെ മാത്രം തുക 3. മനസ്സിലാവുന്നുണ്ടോ? ഇനി n ഈസ് ഈക്വൽ ടു 2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ ഏതാ? ഈ എക്സ്പ്രഷനകത്തോട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 സ്ക്വയർ എത്ര കിട്ടും? 4. 2 സ്ക്വയർ പ്ലസ് 2 × 2. n കാണുന്നിടത്തൊക്കെ 2 കൊടുത്തു അല്ലെ. 2 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 2 × 2 4. അപ്പോൾ എത്ര കിട്ടി? 8. അതായത് എന്നിന് 2 എന്ന് കൊടുത്തപ്പോൾ ഇത് സം അല്ലേ, അപ്പോൾ സം എത്ര കിട്ടി? സം എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? എന്നിന് 2 കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 ടേമുകളുടെ തുക അല്ലെ. ഇവിടെ സം 6 കിട്ടിയ എപ്പോഴാണ്? n ഈസ് ഈക്വൽ ടു 2. അതായത് n 2 ആണെങ്കിൽ ഒരു സമ്മിന്റെ എക്സ്പ്രഷനകത്ത് n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ ആദ്യത്തെ 2 ടേമുകളുടെ തുക അല്ലെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ ടേമിന്റെ തുകയാണ് 6 എന്ന് കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം എങ്ങനെ കിട്ടും? ഈ തുകയിൽ നിന്നും ഈ ഫസ്റ്റ് ടേം കുറച്ചാൽ രണ്ടാമത്തെ ടേം കിട്ടത്തില്ലേ? രണ്ടും കൂടി ഇല്ലേ. ഇവിടെ 6 എഴുതി വെക്കരുത്, കാരണം ആദ്യത്തെയും രണ്ടാമത്തെയും കൂടെ കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. ആദ്യത്തെ ടേം നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? 2 എന്ന് കിട്ടി. രണ്ടാമത്തെ ടേമും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6. അപ്പോൾ രണ്ടാമത്തെ ടേം എത്രയാണ്? 4. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ നോക്കിക്കേ. ആദ്യത്തെ ടൈം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആദ്യത്തെ ടൈം നമുക്ക് ഏത് കിട്ടി? ഇത് ഞാൻ എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആദ്യത്തെ ടൈം 3 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, അതിന് n ഈസ് ഈക്വൽ, ഈ സമ്മിനകത്ത് n ഈസ് ഈക്വൽ 2 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് സം 8 എന്ന് കിട്ടി. അപ്പൊ n ഈസ് ഈക്വൽ 2 എന്ന് ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ് 8 അല്ലെ. അതിൽ ഒന്നാമത്തെ പദം നമുക്ക് കിട്ടി, n ഈസ് ഈക്വൽ 1 കൊടുത്തപ്പോൾ സം 3. സം 3 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടേമിന്റെ തുക അല്ലെ. അപ്പൊ 3 എന്ന് കിട്ടി. അപ്പൊ അടുത്ത ടേമും കൂടെ കൂട്ടുമ്പോ ആദ്യത്തെ 2 പദങ്ങളുടെ തുക എത്രയാണ്? 8 അല്ലെ. 8 വരുവാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇത് എത്ര കൊടുത്താലാണ് 8 ആകുന്നത്? 3ന്റെ കൂടെ 5 കൂട്ടിയാലല്ലേ 8 ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടേം എത്ര കിട്ടുമായിരിക്കും? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതല്ലേ നമ്മുടെ സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ 3യും 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. അപ്പൊ 5ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 7 കിട്ടും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. n ഈസ് ഈക്വൽ ടു 3. 3 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ 3 പദങ്ങളുടെ തുക നോക്കാം. ഇവിടെ n ഈസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 3 സ്ക്വയർ പ്ലസ് 2 × 3. ഓക്കെ, അപ്പൊ 9 പ്ലസ് 6 അതായത് 15, 15. അപ്പൊ ആദ്യത്തെ 2 ടേം നമുക്ക് ഇവിടെ കിട്ടി. ഇത് നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് 7 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാ. അപ്പൊ ആദ്യത്തെ 3 പദങ്ങളുടെ തുക എത്ര ആയിരിക്കണം? 15 ആയിരിക്കണം അല്ലെ. അപ്പോൾ 7 നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു കോമൺ ഡിഫറൻസ് വെച്ചും. പക്ഷെ നമ്മളത് ഈ ഒരു എന്നിന്റെ വാല്യൂ കൊടുത്തും ആ 7 തന്നെയാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ നോക്കിയേ, 5ഉം 3ഉം കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 8 കിട്ടി അല്ലെ. 3 + 5 8 കിട്ടി. 8ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഈ 3 ടേമുകളുടെയും തുക 15 കിട്ടുന്നത്? 8 + 3 + 5 8. 8 + 7 15. കണ്ടോ 7 കിട്ടിയത് കണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു സം തന്നിട്ട് അതിന്റെ എന്നാം പദം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്തോണം. ആദ്യം ഇത് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ആദ്യത്തെ എന്നിന് ഏത് വാല്യാണ് കൊടുക്കുന്നത്? എന്നിന് 1 ആണെങ്കിൽ ഒന്നാമത്തെ പദത്തിന്റെ തുക. അപ്പൊ അത് ആ സെയിം നമ്പർ തന്നെ.
ഇനി n = 2 എന്ന് പറയുമ്പോൾ രണ്ട് ടേമുകളുടെ തുക അല്ലെ, തുകയാണ് തന്നെ. അപ്പൊ ആദ്യത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാൽ ഈ തുക കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ അങ്ങ് ചെയ്യണം. എന്നിട്ട് നമ്മളുടെ ഇക്വേഷൻ വെച്ച് n-ാം പദം കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയേ, ഇങ്ങനെ നമ്മൾ 2 വീതം ആഡ് ചെയ്ത് ഈ സീക്വൻസ് പോവുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഞാൻ ഇവിടെ ഇത് എക്സാമ്പിൾ ആണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി കണ്ടുപിടിക്കാനാണോ? അല്ല, അത് ആ ശ്രേണി കിട്ടിയ ശ്രേണി, നമുക്കൊരു ശ്രേണി കിട്ടി ഇല്ലേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി, അതിന്റെ n-ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? xn = ഇല്ലേ, എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? x1 + n-1 × d. അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഇതിനെ നമ്മൾ s1-ന് f എന്ന് കൊടുത്തു, ഓക്കെ, d അകത്തോട്ട് ഗുണിച്ചു, അപ്പൊ dn - d, അതായത് ഈ മൾട്ടിപ്പിൾ ചെയ്തേക്കുന്നതിന് ആദ്യം എഴുതി dn, പിന്നെ f - d രണ്ടാമത് എഴുതി f - d. അപ്പോൾ ഈ ഇക്വേഷനോ ഈ ഇക്വേഷനോ ഏത് ചെയ്താലും ശരിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ, n-ാം പദം കണ്ടുപിടിക്കാൻ പോ, x1 ആദ്യത്തെ ടേം ഏതാണ്? 3 + n-1 × d. n അറിയാവോ? ഇല്ല, n-ാം പദം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നല്ലേ. അപ്പോൾ n-1 × d എത്രയാണ്? 2. അപ്പൊ നോക്കിക്കേ, 3 + 2 അകത്തോട്ട് ഗുണിച്ചു, 2n - 2. അപ്പോൾ n വെച്ചുള്ളത് ആദ്യം എഴുതി നമ്മൾ, 2n + 3 - 2, ഓക്കെ, f - d ഈക്വേഷൻ, f - d. അപ്പോൾ എത്ര കിട്ടി? 1. അപ്പോൾ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n + 1 അല്ലേ. ഇപ്പോൾ ചോദിക്കുക, ഇതിന്റെ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 20ാമത്തെ പദം, അപ്പൊ n-ന്റെ വാല്യൂ എത്രയാണ്? 20. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുവാണ്. 20ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? x20, ഈ n കാണുന്നിടത്തൊക്കെ 20 എന്ന് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 × 20 + 1, അതായത് 40 + 1, 41 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 20ാമത്തെ. ഇനി 60ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ x60, എന്നിട്ട് n-ന്റെ സ്ഥാനത്ത് 60 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഈ ചെയ്ത രീതിയിൽ തന്നെ ഈ തന്നിരിക്കുന്ന എന്താണ്? സം അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത്, n-ന് 1, 2, 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? 2 × 1² + 1. അപ്പോൾ എത്ര കിട്ടും? 2 × 1, 2 + 1, അതായത് 3 എന്ന് കിട്ടി. അപ്പോൾ n-ന് 1 കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ഒരു ടേമിന്റെ തുകയാണ്. അപ്പോൾ സീക്വൻസ്, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 1ാമത്തെ ടേം എത്ര കിട്ടി? 3. അതായത് ഒരു ടേം മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ തുക എന്ന് പറയുമ്പോൾ ആ സംഖ്യ തന്നെയാണ് അല്ലെ. അപ്പോൾ n-ന് 1 കൊടുത്തപ്പോൾ 3 കിട്ടി. അതായത് ആ സീക്വൻസിന്റെ ഒരു ടേമിന്റെ തുകയാണ് 3. ഓക്കെ, n-ന് 1 കൊടുത്തപ്പോൾ. ഇനി n-ന് 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, ഇതിനകത്തോട്ട് n കാണുന്നിടത്തൊക്കെ 2 കൊടുക്കുകയാണ്. അപ്പോൾ 2 × 2² + 2, ഓക്കെ, 2 × 2² + 2. അപ്പോൾ എത്ര കിട്ടും? 2 × 2² 4 + 2. ആദ്യം മൾട്ടിപ്പിൾ ചെയ്യണം. ബോർഡ് മാസ് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ അഡീഷൻ വരത്തുള്ളൂ. കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് അഡീഷൻ വരത്തുള്ളൂ. അപ്പോൾ 4 × 2 8 + 1. അപ്പോൾ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ n-ന് 2 കൊടുത്തപ്പോൾ സം 10 എന്ന് കിട്ടി അല്ലെ. സമ്മല്ലേ, സമ്മിന്റെ ഇക്വേഷൻ അതോടല്ലേ നമ്മൾ കൊടുത്തത്. അപ്പൊ n-ന് 2 എന്ന് കൊടുത്തപ്പോൾ സം 10 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് ടേമുകളുടെ തുക 10 ആണ് ഇല്ലേ. n-ന് 3 കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? 3 ടേമുകളുടെ തുക ആ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? n-ന് 2 കൊടുത്തു. 2 കൊടുത്തപ്പോൾ നമുക്ക് സം 10 കിട്ടി. അതായത് രണ്ട് ടേമുകളുടെ 3ന്റെ കൂടെ അടുത്ത ടേമും കൂടെ കൂട്ടിയപ്പോൾ, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് സം 10 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ സംഖ്യ ഏതായിരിക്കും? 3ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാൽ 10 കിട്ടുന്നത്? 7. ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ കണ്ടുപിടിച്ചു. ഇനി ഒരു സംഖ്യ കൂടെ കണ്ടുപിടിക്കാം. n-ന് 3 എന്ന് കൊടുക്കുകയാണ്. n-ന് 3 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനകത്ത് n-ന് 3 എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മല്ലേ, സമ്മിന്റെ എക്സ്പ്രഷൻ ആണിത് ഇല്ലേ, തുകയുടെ എക്സ്പ്രഷൻ ആണിത്. അപ്പോൾ n-ന് 3 എന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ 3 സംഖ്യകളുടെ 3 പദങ്ങളുടെ തുകയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 2 × 3² + 3, അതായത് 2 × 9 + 3, അതായത് 18 + 3. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 21 എന്ന് കിട്ടി. ഓക്കെ,
21 എന്ന് കിട്ടി. അതായത് 21 എന്ന് പറയുന്നത് എന്താണ്? ആ 3 പദങ്ങളുടെ തുകയാണ് 21 അല്ലെ. അപ്പൊ ആദ്യത്തെ 2 പദങ്ങളുടെ തുക എത്ര കിട്ടും? 7 + 3 10 എന്ന് കിട്ടി. 10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 21 കിട്ടുന്നത്? 10ന്റെ കൂടെ 11 കൂട്ടിയാൽ. അപ്പൊ മൂന്നാമത്തെ ടേം 11. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടേം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ സമ്മിന്റെ ഇക്വേഷൻ വെച്ച്, ഈ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് എത്ര വീതമാണ്? ഇതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്രയായിരിക്കും? 3ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 7 കിട്ടുന്നത്? 4 അല്ലെ. 7ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 11. അപ്പോൾ ഇവിടുത്തെ ഡി കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 4 ആണ്. ഇനി നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? xn = dn + f - d. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ x1 + n - 1 × d. 2 ഇക്വേഷൻ കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഡിയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? ഡി എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അപ്പോൾ 4n + f എത്രയാണ്? ഫസ്റ്റ് ടേം 3 - d എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ d എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതി. അപ്പോൾ 4n 3 4 - ചെയ്ത എത്രയാണ്? 3 4 ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ മൈനസ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ മൈനസ് ചെയ്യണം. അപ്പൊ ഈ രണ്ടാമത് തന്നിരിക്കുന്ന മൈനസ് ഈ ടേമിന്റെ ആണ്, ഈ നമ്പറിന്റെ ആണ്, അതായത് -4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുവാന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഒരു സംഖ്യ വെറുതെ എഴുതി അതിന്റെ അർത്ഥം +3 ആണെന്ന്. ആ പ്ലസ് ഇട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം +3 എന്നാണ്. ഇനി നോക്കിക്കേ, ഇതിന്റെ സൈൻ മൈനസ്, ഇതിന്റെ സൈൻ പ്ലസ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 4ൽ നിന്ന് 3 പോയാൽ 1, വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്, അപ്പോൾ -1. ഓക്കെ, ഈ ഇങ്ങനെയുള്ള ബേസിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ബേസിക് മാത്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മാത്സ് ട്രിക്സ് ആണെന്ന് തോന്നുന്നു, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി നിങ്ങൾ. ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടി? 4n - 1 എന്ന് കിട്ടി. ഓക്കെ, എന്നാം പദത്തിന്റെ എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതിനകത്ത് കണ്ടേ, നമ്മൾ എന്നിന് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പോകണം അല്ലെ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് സമ്മാണ്. ഈ സമ്മിനകത്തോട്ട് നമ്മൾ n1 എന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഇപ്പൊ നോക്കി, n1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1² - 2 × 1, അതായത് 1 - 2. അപ്പോൾ എത്ര കിട്ടും? 1 - 2 എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പോവാ അല്ലെ. അപ്പൊ ഈ നടുക്ക് തന്നിരിക്കുന്ന മൈനസ് ഈ 2ന്റെ ആണ്. അപ്പോൾ -2 നടുക്ക് എന്താണ്? ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ വെറുതെ എഴുതി അതിന്റെ അർത്ഥം പ്ലസ് ഉണ്ട്, 2 എന്ന് വെറുതെ എഴുതി അതിന്റെ അർത്ഥം പ്ലസ് ഉണ്ട്. ഓക്കെ, +2 ആണ്. അപ്പൊ നോക്കിയേ, 2 സംഖ്യയുടെയും സൈൻ വ്യത്യസ്തമാണ്. വ്യത്യസ്ത സൈനുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 2ൽ നിന്ന് 1 പോയാൽ 1 -1. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷനകത്ത് ആദ്യത്തെ ടേം എത്ര കിട്ടും? -1. ഞാൻ -1 എന്ന് അവിടെ ഡയറക്റ്റ് എഴുതാൻ കാരണം എന്താണ്? n = 1 എന്ന് സമ്മിനകത്തോട്ട്, സമ്മിന്റെ എക്സ്പ്രഷനിൽ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു സമാന്തര ശ്രേണി, ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു പദത്തിന്റെ തുക -1 ആണ്. അപ്പൊ ഒരു പദം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം തന്നെയല്ലേ ഈ തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി n = 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2² - 2 × 2. അപ്പോൾ എത്ര കിട്ടും? 4 - 4, അതായത് 0 കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഈ ഇതിനകത്ത് സെക്കൻഡ് ടൈം എത്രയാണ്? സെക്കൻഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ n = 2 എന്ന് നമ്മൾ ഈ ഒരു സമ്മിന്റെ എക്സ്പ്രഷനകത്തോട്ട് കൊടുത്തു അല്ലെ. n = 2 എന്ന് കൊടുത്തു. n = 2 എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു കിട്ടാൻ പോകുന്ന ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 2 ടേമിന്റെ തുകയാണ് n = 2 എന്ന് കൊടുക്കുമ്പോൾ ആദ്യത്തെ 2 ടേമിന്റെ സമ്മാണ് കിട്ടുന്നത് നമുക്ക് അല്ലെ, 0. അപ്പോൾ ഇവിടെ -1 വന്നു. -1നെ എന്ത് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുന്നത്? തുക എന്ന് പറയുമ്പോൾ +2 ആണ് അല്ലെ. -1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 0 സമ്മ് കിട്ടുന്നത്? ഈ 2 ടേമുകളുടെയും കൂടി സമ്മ് 0 ആണ്. അപ്പോൾ എന്താണ്? +1 അല്ലെ. അപ്പോൾ ഇവിടുത്തെ അടുത്ത ടേം എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി അടുത്ത ഒരു ടേമും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. n = 3 എന്ന് കൊടുക്കുകയാണ്. n = 3 എന്ന് പറയുമ്പോൾ എന്താണ്?
ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 9 മൈനസ് 2 ഇൻറ്റു 3 6. അപ്പോൾ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ 3 ടേമുകളുടെ തുകയാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സമ്മല്ലേ, നമ്മൾ ടേം ആണോ ഈ കണ്ടുപിടിക്കുന്നത്? അല്ല. ഈ n=3 എന്ന് ഇതിനകത്ത് കൊടുത്താൽ ഈ തന്നിരിക്കുന്നത് എന്താണ്? സമ്മിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പൊ n=3 എന്ന് ഇത് കൊടുക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 3 പദങ്ങളുടെ 3 ടേമിന്റെ തുകയാണ് അല്ലെ. അപ്പൊ 3 ടേമിന്റെ തുകയാണ് നമുക്ക് n=3 എന്ന് കൊടുത്തപ്പോൾ ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ 3 ടേമുകളുടെ തുകയാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ടേം അറിയാം. അപ്പൊ മൂന്നാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ നോക്കിക്കേ, -1 + 1 + x. ഈ മൂന്നാമത്തെ ടേം x ആണെന്ന് വെച്ചോ. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 3 എന്ന ഈ സമ്മ് കിട്ടണം അല്ലെ. അപ്പോൾ നോക്കിക്കേ, 1ഉം + 1ഉം കൂടെ വെട്ടിപ്പോത്തില്ലേ? -1 + 1 കൂടെ വെട്ടിപ്പോയി. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എത്ര കിട്ടി? 3 എന്ന് കിട്ടി അല്ലെ. മൂന്നാമത്തെ ടേം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യൻ എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? സീക്വൻസ് കണ്ടുപിടിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, അതിന്റെ എന്നാം പദം ഇല്ലേ, എന്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? dn + f - t. ഞാൻ ഇനി എപ്പോഴും പറയണ്ടല്ലോ, ഇതിന്റെ തന്നെ മറ്റേ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ f എന്ന് പറയുന്നത് x1 ആണ്, ഈ dn എന്ന് പറയുന്നത് d അകത്തോട്ടിട്ട് ഗുണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ d എത്രയാണ് തന്നിരിക്കുന്നത്? d എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ടേമുകൾ തമ്മിലുള്ള അകലമാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുക. അപ്പൊ 1 നിന്ന് എന്ത് ചെയ്യണം? ഈ -1 മൈനസ് ചെയ്യുക അല്ലെ. സെക്കൻഡ് ടൈം 1, ഫസ്റ്റ് ടൈം -1. അപ്പൊ സെക്കൻഡ് ടൈമിൽ നിന്ന് ഈ ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുന്നു. അപ്പൊ മൈനസും കൂടെ അടുത്തടുത്ത് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? പ്ലസ് ആകുക. ഒരേ ചിഹ്നങ്ങൾ അടുത്ത് വന്നാൽ അവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നു, അത് മൾട്ടിപ്പിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക്, ഇങ്ങനെയുള്ള ബേസിക് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മൈനസും കൂടെ പ്ലസ് ആവും അല്ലെ. അപ്പോൾ 1 + 1 എത്ര കിട്ടും? 2. ഇത് ശരിയാണോ നോക്കാനാണ്. ഇത് 2 അല്ലെ. നോക്കിക്കേ, 3ഉം 1ഉം തമ്മിലുള്ള അകലം എത്രയാണ്? 3 - 1 2 അല്ലെ. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഇനി d എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2n എന്നാം പദമല്ലേ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടൈം എത്രയാണ്? -1 മൈനസ് d എത്രയാണ്? 2 അല്ലെ. ഓക്കെ, അപ്പൊ 2n. ഇനി -1 - 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? -1 - 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, ഇതുപോലൊക്കെ വരുമ്പോൾ ഈ സെക്കൻഡ്, ഈ മൈനസ് സെക്കൻഡിന് വരുവാണെങ്കിൽ ഇത് ഈ രണ്ടാമത്തെ നമ്പറിന്റെ ആണ്. അപ്പൊ -1 - 2. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരേ ചിഹ്നങ്ങളല്ലേ വന്നിരിക്കുന്നത്. ഒരേ ചിഹ്നങ്ങളുള്ള സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അവ തമ്മിൽ ആഡ് ചെയ്ത് അതേ സംഖ്യ ഇടുക. ഓക്കെ, ഇപ്പൊ 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? അതിന്റെ രണ്ടിന്റെയും സൈൻ ++ ആണ് അല്ലെ. അപ്പോൾ എന്താണ്? ഒരേ സൈൻ അല്ലേ. അപ്പൊ നമ്മൾ ഇതൊന്നും ഓർക്കാതെ നമ്മൾ 3ഉം 2ഉം കൂടെ കൂട്ടി 5 പറയും. പക്ഷെ ഇതാണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ ഒരേ സൈൻ വന്നപ്പോൾ അത് തമ്മിൽ കൂട്ടി അതേ ചിഹ്നം വിട്ടു അല്ലെ. വെറും 5 എന്ന് എഴുതിയാൽ +5 എന്നാണ് അർത്ഥം. അത് തന്നെയാണ് ഇവിടെ സെയിം. അപ്പോൾ -1ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2ഉം 3ഉം -3. ഓക്കെ, 2n - 3 എന്ന് കിട്ടും. ഇനി ഇതിന്റെ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ട്, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.